നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ സാധാരണമായി കാണുന്ന വളരെ ഗൗരവമേറിയ ചില അസുഖങ്ങളുണ്ട്. അവയിൽ രണ്ട് അസുഖങ്ങളാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം, മറ്റൊന്ന് സ്പൈനൽ കോഡ് ഇഞ്ചുറി. ഇത് രണ്ടും വളരെ ഗൗരവമേറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും ഈ അസുഖത്തിൻ്റെ പ്രധാന ചികിത്സകളേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രധാനമാണ് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ, ഇവരുടെ ഒരു റിക്കവറിയുടെ സമയത്തുണ്ടാകുന്ന ഒരു സപ്പോർട്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡോക്ടർ രമ്യ മാത്യു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ ഫിസിക്കൽ മെഡിസിനിൽ റീഹാബിലിറ്റേഷനും ഒക്കെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണിത്? ഫിസിയാട്രിസ്റ്റ്, ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനെ പറയുന്നതാണ് ഫിസിയാട്രിസ്റ്റ്. അപ്പോൾ ആ പദം നമ്മളുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായൊരു ടേം അല്ല. സൈക്യാട്രിസ്റ്റ് ആണോ അതോ ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ ഒരു ഡൗട്ട്ഫുൾ പേരാണ്. അപ്പോൾ ഞങ്ങൾ MBBS ശേഷം ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ MD എടുക്കുന്ന ഡോക്ടേഴ്സിനെയാണ് ഫിസിയാട്രിസ്റ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് അക്യൂട്ട് മാനേജ്മെൻറ്റിന് ശേഷം, ഇപ്പോൾ ഒരു സർജറി അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ICU കെയറിന് ശേഷം അവരുടെ കണ്ടിന്യൂയിങ് മെഡിക്കൽ കെയർ നോക്കുന്ന ഒരു പഠനശാഖയാണ് അല്ലെങ്കിൽ ചികിത്സാ മേഖലയാണ് ഫിസിയാട്രി അഥവാ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്ട്രോക്ക് എടുക്കാം. ആദ്യം ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ്. ആദ്യത്തെ 4 മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ വളരെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനിടയിൽ അത് കഴിഞ്ഞിട്ട് ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുന്നു, ചിലപ്പോൾ ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ ICUയിൽ കിടക്കേണ്ടി വരുന്നു. എവിടെയൊക്കെയാണ് ഈ റീഹാബിലിറ്റേഷൻ്റെ ഇത് വരുന്നതെന്നൊന്ന് പറഞ്ഞു. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, ഏത് പോയിന്റിലാണ് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പ് ഡേ 1 എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഡേ 1 ഓഫ് ദ സ്ട്രോക്ക് മുതൽ നമ്മൾ റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ പൊസിഷനിങ് ഓഫ് ദ പേഷ്യൻ്റ്. ഇപ്പോൾ ഒരു വലതുവശത്തിന് പക്ഷാഘാതം സംഭവിച്ച ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നഴ്സസ് എങ്ങനെയാണ് അവരെ പൊസിഷൻ ചെയ്യേണ്ടത്? ഇപ്പോൾ വലത് കൈകൾക്ക് സപ്പോർട്ടോടുകൂടെ, പില്ലോ സപ്പോർട്ടോടുകൂടെ ഉയർത്തി, ഹൃദയത്തിൻ്റെ ലെവലിൽ ഉയർത്തി വെച്ചില്ലെങ്കിൽ അവിടേക്ക് നീർക്കെട്ടുണ്ടാകാനും, അതുപോലെ തന്നെ വലത് ഉരത്തിന് ആ കൈയിനെ താങ്ങാനായിട്ട് ശക്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്ലിങ്ങുകളുടെ സഹായത്തോടു കൂടെ ആ കൈ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പിന്നീട് ഷോൾഡർ ഹാൻഡ് സിൻഡ്രോം മുതലായുള്ള തീവ്രമായിട്ടുള്ള ഷോൾഡർ പെയിനിലോട്ടൊക്കെ ആ പേഷ്യൻസ് പിന്നീട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷനിങ് ഒക്കെ ഡേ 1 മുതൽ തുടങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് എന്തുമാത്രം ഡിസബിലിറ്റി ആ പക്ഷാഘാതത്തിലൂടെ ആ പേഷ്യൻറ്റിൽ അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ നടക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ചില ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ വേണ്ടത്ര ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അതിൻ്റേതായ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ആരംഭിച്ച് അവരെ നടത്താനുള്ള ആ ഒരു ഗേറ്റ് ട്രെയിനിങ് അഥവാ ആംബുലേഷൻ ട്രെയിനിങ്ങിലേക്ക്, ആ ഒരു ഫേസിലേക്ക് പേഷ്യൻറ്റിനെ അടുത്തതായി കടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അങ്ങനെ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷനിലേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുപോകും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടർ, ഇത് ഞാനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. വൈഫ് മുന്നേ ഒരു കാലില് നടന്നു പോയപ്പോ സ്ലിപ്പായി, കാല് തെറ്റി ചാലില് വീണ് ഇങ്ങനെ ബാക്ക് വശം ഇടിച്ചെന്നാണ് എന്റെ വൈഫ് പറഞ്ഞിട്ടുള്ളത്. ഒരു 8-10 വർഷമാവും. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഇത്രയും വലിയ ഇതായിട്ടില്ല, ഇങ്ങനെ കൂടെ കൊണ്ടുപോയി പല ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്ത് സ്പ്രിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിനുള്ള ഒരു സ്പെഷ്യൽ മാത്യു ചെറിയാൻ എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. അന്നിങ്ങനെ മൈലോജിനോ അത് കുറച്ച് ഗുളികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഏകദേശം 1 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിട്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി തന്നെ നമ്മുടെ ഈ അക്യുപഞ്ച് ഇതെല്ലാം ചെയ്തതാണ്. എന്നിട്ടൊന്നും ഒരു കുറവും വരാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങളിപ്പം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കോസ്മോയിൽ കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടർ മാലിനിയെ കണ്ടു. മാലിനി മാഡം പറയുന്നത് ഇതിനകത്ത് വലിയ വ്യത്യാസവും വരാനില്ല, ഇതിങ്ങനെ തന്നെ ആവുള്ളൂ, കുറേശ്ശെ കൂടി വന്ന് 8-10 ദിവസം ഇങ്ങനെ കിടക്കാതെയൊക്കെ പോകാം. അങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് 2 ഗുളികകൾ കുറിച്ച് തിന്നു. LIOFEN
എക്സൽ ലയോഫെൻ എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക, പിന്നെ ലയോഫെൻ ഫിസിയോതെറാപ്പി. അടുത്ത് FOLVITE എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക ഒരു 10 ദിവസം 10 കഴിക്കാനായിട്ട് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് SHELCED ഇത്രയും ഗുളിയാണ് കുറിച്ച് ഒന്ന് കഴിക്കാൻ പറയുന്നത്. പക്ഷെ ഇത് കഴിച്ചാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ പോകുന്നു പറയുന്നു. മാഡത്തിന് എന്തെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു നല്ല അഭിപ്രായം പറയാൻ വിളിച്ചത്. ഓക്കെ, ആദ്യത്തെ ഇത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എന്തുമാത്രം വീക്ക്നെസ് അഥവാ ഡിസബിലിറ്റി അവരിൽ അവശേഷിക്കുന്നുണ്ട്? നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചതിന് ശേഷം 2 കാലുകൾക്കും പൂർണ്ണമായിട്ടും തളർച്ചയുണ്ടോ, അതോ കാലുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു കാലിൽ മാത്രമാണ് ഇങ്ങനെ വലിച്ചു വെക്കുമ്പോഴത്തേക്ക് ഒരു കാല് സ്വാധീനം കുറവില്ല, ഒരു കാല് അത് ഇടത് കാല് അത് നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ മറിഞ്ഞു പോകും. ചെരുപ്പ് കാലിൽ നിന്ന് ഊരി പോകും, മറിഞ്ഞു പോകും, പിന്നെ അറിയാതെ മൂത്രം അങ്ങനെ കൂടെ പോകും. ഓക്കെ, നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചാൽ നമ്മൾക്ക് ബ്രെയിനിന് ആ കാലുകളിലേക്കുള്ള മോട്ടോർ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടുള്ളൊരു ഡാമേജ് അല്ല, അതിനെ ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ ഗ്രൂപ്പിലാണ് വരിക. അതുകൊണ്ടാണ് ഒരു കാലിന് ഒരു പവറും മറ്റു കാലിന് മറ്റൊരു പവറും ഉള്ളത്. അല്ലെങ്കിൽ 2 കാലിനും ഒരേ രീതിയിലായിരിക്കും അത് എഫക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഒരു കാലിന് വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വീക്ക്നെസ് എന്തുമാത്രമുണ്ട്, നമുക്ക് ഈ MRC ഗ്രേഡിംഗ് വെച്ചിട്ടാണ് അതിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നത്. എന്തുമാത്രം പവർ ആ കാലിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ഒരു അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു ഓർത്തോട്ടിക് ഉപകരണം, അതായത് ഇപ്പോൾ നീ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് അഥവാ സോളിഡ് ആംഗിൾ ഫുട്ട് ഓർത്തോസിസ്, അങ്ങനെയുള്ള ചില ഉപകരണങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ നടക്കുന്നതിൻ്റെ പാറ്റേൺ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലയോഫെൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിമാണ്. അതിൻ്റെ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ബാക്ലോഫെൻ ആണ്. അതൊരു ആൻറ്റി സ്പാസ്റ്റിസിറ്റി, അതായത് ടൈറ്റ്നെസ് മസിലുകൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള മരുന്നാണ്. എന്തുമാത്രം ടൈറ്റ്നെസ്, സ്പാസ്റ്റിസിറ്റി ആ കാലിന് അവശേഷിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ലയോഫിൻ്റെ ഡോസ് ആ ഡോക്ടർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രോപ്പറായ അസസ്മെൻറ്റിന് ശേഷം ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായം കൂടെ അതിനാവശ്യമുണ്ടോ എന്ന് നോക്കണം. ഒരു പരിധിവരെ നെർവിനുണ്ടായിരിക്കുന്ന ഡാമേജ്, ഇപ്പോൾ ഫോൾവൈറ്റും ബാക്കി ഷെൽക്കാലും എല്ലാം ജസ്റ്റ് സപ്പോർട്ടിംഗ് മെഡിസിൻസ് ആണ്, വൈറ്റമിൻസും കാൽഷ്യവും എല്ലാമാണ്. ബാക്കി ഈ സ്പാസ്റ്റിസിറ്റി മെഡിസിൻ്റെ ഡോസാണ് അതൊരു ഡോക്ടറിൻ്റെ സഹായം കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ആവശ്യം വരുന്നത്. ഒരു പക്ഷേ അവർക്കുണ്ടായ ഡാമേജ് ഇത്രയും വർഷം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഒരു റിക്കവറി നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാനും സ്വന്തമായി അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ മെഡിസിൻസിലൂടെയും ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെയും കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ തന്നെയാണല്ലോ നമ്മൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും പലതരത്തിൽ പല സ്റ്റേജസിൽ. ഇപ്പോൾ ചിലർക്ക് സ്ട്രോക്ക് വന്നാൽ ഈ 3-4 മണിക്കൂറിനുള്ള ചികിത്സ കൊണ്ട് വളരെ നോർമലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്നത് കാണാം. എന്നാൽ ചിലർക്ക് കിടക്കയിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് Day 1 തന്നെ തുടങ്ങുന്നുണ്ട് നമ്മൾക്ക്. അപ്പം ഇതിൻ്റെ ഒരു എത്രത്തോളമൊക്കെ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം എന്നുള്ളത്, അതായത് ഇപ്പോൾ ബ്രെയിനിൽ, ഉദാഹരണത്തിന് ബ്രെയിനിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് ക്ലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ മെമ്മറി ലോസ് വരുന്നുണ്ട്, ഇവരുടെ നടത്തത്തിന്, ഇവരുടെ മൂവ്മെന്റ്സിനെ എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം സപ്പോർട്ട് കൊടുക്കും? ഓക്കെ, ഞങ്ങളുടെ ഒരു ഫിസിയാട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മൾക്ക് ഇന്ന് പരിചിതമായിട്ടുള്ളത് ഫിസിയോതെറാപ്പി എന്നൊരു പദത്തെക്കുറിച്ച് മാത്രമാണ്. ശരിക്കും റീഹാബിലിറ്റേഷനിൽ പ്രധാനമായിട്ടും ഒരു ബ്രോഡ് ഡിവിഷനിൽ പറഞ്ഞാൽ 4 യൂണിറ്റുകളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഫിസിയാട്രി ഡോക്ടറുടെ യൂണിറ്റിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫിസിയോതെറാപ്പി മസിലിൻ്റെ പ്രവർത്തനങ്ങളെ, അനക്കത്തെ, അവരുടെ ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ്സിനെ നിയന്ത്രിക്കുമ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റാണ് അവരുടെ ഹാൻഡ് ഫങ്ഷൻസ്, കൈയുടെ പ്രിഹെൻസൈൽ ഫങ്ഷൻസ് എന്ന് പറയും, നേർത്തതായിട്ടുള്ള പെൻ പിടിക്കാൻ, സ്പൂൺ പിടിക്കാൻ, ഗ്രിപ്പ്, ഗ്രാസ്പ്, അങ്ങനെയുള്ള ഹാൻഡിൻ്റെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നതും കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്, അതിലാണ് ഈ മെമ്മറി, അറ്റൻഷൻ, നെയിമിങ്, അതൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കോഗ്നിറ്റീവ് ആസ്പെക്റ്റുകളെയും ഈ ഹാൻഡ് ഫങ്ഷൻ ആസ്പെക്റ്റുകളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തെറാപ്പി കൊടുക്കുന്ന യൂണിറ്റാണ് ഒക്യുപേഷണൽ തെറാപ്പി. നെക്സ്റ്റ് ഒരു വിഭാഗമാണ് സ്പീച്ച് തെറാപ്പി, സ്പീച്ച് അഥവാ സ്വാലോ. കാരണം സ്ട്രോക്ക് വരുന്നവർക്ക് ഡെഫിനറ്റായും ആദ്യ കാലഘട്ടങ്ങളിൽ ഭക്ഷണം സ്വയമേവ ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും
തെളിവുള്ള വെള്ളം, അതായത് ക്ലിയർ ലിക്വിഡ് ക്ലിയറായിട്ട് ഇറക്കാനാണ് ഏറ്റവും തുടക്കത്തിൽ ബുദ്ധിമുട്ട് വരിക. അത് ഒരു സ്വാളോ അസസ്മെൻറ്റിന് ശേഷം ഒരു പക്ഷേ ഈ സേഫ് സ്വാളോയിങ് ടെക്നിക്സ് അഥവാ സേഫ് സ്വാളോയിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൻ്റെ ട്രെയിനിങ് വഴിയായിട്ട് നമുക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ട്രെയിനിങ് എടുക്കുമ്പോൾ ആ ഒരു സേഫ് സ്വാളോയിലൂടെ ആസ്പിരേഷൻ അഥവാ ലങ്സിലേക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ ഇറങ്ങി പോകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു യൂണിറ്റ് ഒരു ഘട്ടത്തിനെ കുറിച്ച് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പറയാമെന്ന് തോന്നുന്നു ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. എനിക്ക് ഈ തലയ്ക്കകത്തൊരു ബിസിനസ് ആയിട്ട് തലവേദനയുണ്ട്. ഈ ജലദോഷം വന്നാൽ പോലും മൂക്കളെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം അതെന്താണെന്നറിയില്ല, ചിലപ്പോ തലയ്ക്ക് വല്ലാത്ത പെയിൻ തോന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിഷയവുമായിട്ട് തലവേദനയും മൂക്കിനുണ്ടാവുന്ന ഡ്രൈനെസ്സും ആണ് താങ്കളുടെ ഡൗട്ട്. ഓക്കെ, തലവേദന എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഫ്രീക്വൻസിയിൽ അതുണ്ടാവുന്നു, ആഴ്ചയിൽ എത്ര കൂടെ അതുണ്ടാവുന്നു, അത് ഇനി സ്ട്രെസ്സിനോടോ ടെൻഷനോടോ റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ താങ്കൾ BP മെഡിസിൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള വ്യക്തിയാണോ, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഈ തലവേദനയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രോപ്പറായിട്ടൊരു ന്യൂറോളജിസ്റ്റിൻ്റെ ഹെൽപ്പായിരിക്കും ആ ഒരു തലവേദനയുടെ അസസ്മെൻറ്റിന് വേണ്ടി വരിക. ഇനി രണ്ടാമതായി പറഞ്ഞ മൂക്കിൻ്റെ ഡ്രൈനസ്, അതിന് ആക്ച്വലി ഒരു ENT സർജൻ്റെ ഹെൽപ്പായിരിക്കണം താങ്കൾക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരിക. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഒരു വശമാണ്, അതിൽ സ്വാളോ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഹെൽപ്പ്. അതിനുശേഷം ഓക്കെ, അപ്പോൾ മെയിൻലി 4 യൂണിറ്റുകളാണ് ഞങ്ങളുടെ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൽ ഉണ്ടാകുന്നത്. ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് അഥവാ സ്വാളോ തെറാപ്പി, അടുത്ത സെക്ഷനാണ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് യൂണിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ പൂർണ്ണമായിട്ടും ബലം നഷ്ടപ്പെട്ട കാലുകൾ പോലും ഊന്നി നിൽക്കാനും അത് നടക്കാനുമായിട്ട് നമുക്ക് ഇന്ന് സാധിക്കും. അതിനുള്ള ഉപകരണങ്ങൾ നമ്മൾക്കുണ്ട്. നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, കാല് മുറിച്ച് കളഞ്ഞാൽ പോലും വെപ്പ് കാല് വെച്ചിട്ട് നടക്കുന്നത്. അതുപോലെ കാലിൻ്റെ ബലം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാലും നീ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടെ എഴുന്നേറ്റ് നിൽക്കാനും ആ മൂവ്മെൻറ്റും പോസിബിളാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഉപകരണമാണ് വേണ്ടത്, എന്തുമാത്രം ശക്തി അതിൽ അവശേഷിക്കുന്നു, എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ സ്പാസ്റ്റിസിറ്റി എന്തോരം ഉണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഓർത്തോട്ടിക് ഉപകരണം ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തുന്നതിന് ഫിസിയാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോടു കൂടെ നമ്മളത് ഡിസൈഡ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിലൂടെ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ ഈ 4 യൂണിറ്റിൻ്റെയും സഹകരണവും ഒരുമിച്ചുള്ള പ്രവർത്തനവും ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം സക്സസ് ആവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 4 യൂണിറ്റിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഡോക്ടർ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ 4 യൂണിറ്റ്സിൽ വരുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞു ഈ മൂവ്മെന്റ്സ് ഒക്കെ പ്രശ്നങ്ങൾ വരുന്നു. സാധാരണയായിട്ട് ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലുള്ള ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ ഗൗരവമേറിയ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോവാം ഇത്തരം പ്രശ്നങ്ങൾ? ഒരു എന്തുമാത്രം ആദ്യത്തെ സ്റ്റേറ്റിൽ ഇപ്പോൾ 4 മണിക്കൂർ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു 4 മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ വേക്കപ്പ് സ്ട്രോക്ക് ഉണർന്നപ്പോൾ ഇത്രയും ഡെസിബിലിറ്റിയോടുകൂടെ കണ്ടു, അവർക്കൊന്നും ആ ഒരു ആദ്യത്തെ ആ ഒരു ത്രോംബോലൈസിസ് എന്ന് പറയുന്നതിലൂടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഈ ഡെഫിസിറ്റ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു പ്രോഗ്നോസിസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തുമാത്രം റിക്കവറി ഈ ഒരു കേസിൽ പോസിബിൾ ആണെന്നുള്ളത്. മൈൽഡായിട്ടുള്ള ഡെഫിസിറ്റ്സ് ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയും ആ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ ഇൻ്റർവെൻഷനും കുറച്ച് മതിയാവും. പൂർണ്ണമായിട്ട് ഒരു വശം തളർന്നു പോകുന്ന കേസുകളിലാണ് കുറച്ചധികം ദിവസം തന്നെ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതും മറ്റ് ടെസ്റ്റുകൾക്ക് അവർക്ക് തീർച്ചയായിട്ടും വിധേയരാകേണ്ടി വരും. ഇപ്പോൾ മസ്തിഷ്ക ആഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൃദയ സംബന്ധമായ അസുഖങ്ങളോട് ഒത്തിരി റിലേറ്റഡ് ആണ്. അപ്പോൾ എക്കോ, ഹോൾട്ടർ അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം എടുത്തു നോക്കി അവർക്ക് ഹൃദ്രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ എക്കോയിൽ ആ ഒരു ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഹൃദയത്തിൻ്റെ ഫങ്ഷൻ
പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ ആംബുലേഷന് വേണ്ടിയിട്ട് ആ ഒരു ഇറക്റ്റ് പോസ്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് BP ഫോൾ ഉണ്ടാവുകയും പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. അതെ. അപ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ചോദിച്ചോളൂ. ഹലോ മാഡം, എന്റെ പേര് ലാൽ കാളിദാസൻ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എനിക്കൊരു വണ്ടി ആക്സിഡന്റ് 10 വർഷം മുന്നേ വണ്ടി പറഞ്ഞ സ്പൈനൽ കോഡ് D6 D7 കട്ടായി പോയി. അന്ന് അവിടെ ഇതൊക്കെ ചെയ്തായിരുന്നു, മറ്റേ കമ്പി ഇട്ടായിരുന്നു, സ്റ്റീൽ ഇട്ടായിരുന്നു. പക്ഷെ അന്ന് വേദനയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ വേദനയും കാര്യങ്ങളും, അത് മാത്രല്ല വയറിൽ സംബന്ധമായിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഭയങ്കര പെരുപ്പലും, ഈ ട്യൂബ് ഇട്ടിരിക്കുന്ന യൂറിൻ പോകാനായിട്ട് ട്യൂബ് ഇട്ടിരിക്കുന്നതേ മറ്റേ സൂപ്രാബ്ലൂബിക് അല്ല മൂത്രം പോയിട്ട് ഇപ്പൊ എന്താ ചേട്ടന് പ്രശ്നം? ആ ഭാഗത്തൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇപ്പൊ 10-15 ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പൊ അതൊന്ന് കാലിന്റെ അടിഭാഗത്ത് പെരുപ്പ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സ്പൈനൽ കോഡ് ഈ ഒരു T6 T7 ലെവലാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ ഒരു പൊക്കിൾ കുടിയുടെ ആ ഒരു ഏകദേശം ആ ലെവലിന് താഴേക്കായിരിക്കും കൂടുതൽ സെൻസേഷൻസ് ഒക്കെ ബാധിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിന് താഴേക്കുള്ള സെൻസേഷൻസ് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ ഈ പുകച്ചില് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. ഇപ്പൊ 2-3 വർഷമായിട്ട് പുകച്ചില് ഇങ്ങനെ നമ്മള് എണ്ണ കയ്യിലായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ പൊക്കി കഴിയുമ്പോൾ പുകച്ചില്. ഓക്കെ. നമ്മൾ ഈ ഒരു സ്പൈനൽ കോഡ് കട്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ചില ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് നമ്മുടെ കാലിലേക്കും മസിലുകളിലേക്കും ഒക്കെ പോകുന്നത്. ഈ ഒരു സ്പൈനൽ കോഡിന് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഇലക്ട്രിക്കൽ തരംഗങ്ങളായിരിക്കില്ല നമ്മുടെ കാലിലെ മസിലിലേക്കും കാലിലെ ഞരമ്പുകളിലേക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. അതിനെ ആ ഒരു അബ്നോർമൽ സിഗ്നലിംഗ് ആണ് നമ്മൾ മരപ്പ്, തരിപ്പ്, പെരുപ്പ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് നമുക്ക് പോസിബിളായുള്ള കാര്യമല്ല. ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് സാധിക്കും. അതിന് എസ്പെഷ്യലി ഗാബ ചേർന്നിട്ടുള്ള, ഇപ്പോൾ ഗാബാലിൻ, ഗാബാപെൻറ്റിൻ മുതലായിട്ടുള്ള മരുന്നുകൾ ചേർന്നാൽ ഈ ഒരു അബ്നോർമൽ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് കൊണ്ടുണ്ടാവുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഈ മരപ്പ്, തരിപ്പ് അതിനെയെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്പൈനൽ കോഡിനുണ്ടായ പ്രശ്നം കൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു ബ്ലാഡറിനും ബവലിനും, അതായത് മൂത്രാശയം അല്ലെങ്കിൽ ബവൽ സംബന്ധമായിട്ടുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലും പ്രത്യേകിച്ചിട്ടുള്ള മരുന്നുകളുടെ സഹായത്തോടു കൂടെ അതിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഈ മസ്തിഷ്കാഘാതം പോലെ തന്നെയോ അല്ലെങ്കിൽ അതിലേറെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഈ നട്ടെല്ലിനുണ്ടാകുന്ന ക്ഷതം, അല്ലേ? ഇപ്പോൾ 2 കോളേഴ്സ് വന്നതിൽ തന്നെ മനസ്സിലാകുന്നു. അപ്പം എന്തെല്ലാമാണ് നമ്മുടെ ഒരു റോൾ അതിൽ? നട്ടെല്ലിൻ്റെ ക്ഷതം എന്ന് പറയുന്നത് അസ്ഥിയുടെ ക്ഷതമാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷേ അസ്ഥിക്കുണ്ടായ ക്ഷതം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഫ്രാക്ചർ ആണെങ്കിലോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണെങ്കിലോ നമുക്കത് സർജറിയിലൂടെ, ഫിക്സേഷൻ സർജറിയിലൂടെ പ്ലേറ്റ് ആൻഡ് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനുള്ളിലുള്ള സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോഡിനുണ്ടാകുന്ന ഡാമേജുകളാണ് പിന്നീട് അങ്ങോട്ട് ഡിസബിലിറ്റിക്ക് കാരണമാവുന്നത്. നമ്മുടെ കാലുകൾക്ക് ബലക്കുറവ് വരാൻ കാരണമാവുന്നത് ഈ സ്പൈനൽ നെർവുകളുടെ ഡാമേജാണ്. എന്തുമാത്രം ഡാമേജ് ഉണ്ടായി എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്ന് അടിസ്ഥാനപ്പെടുത്തുന്നത്. ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഏറ്റവും അധികം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലെവലിലാണെന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പോൾ കഴുത്തിനാണ് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിക്കുന്നതെങ്കിൽ ആ പേഷ്യൻ്റ് ഒരു ടെട്രാപ്ലീജിക് ആയിരിക്കും. അതായത് 2 കൈകൾക്കും 2 കാലുകൾക്കും പൂർണ്ണമായ സ്വാധീന ശക്തി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പരിധി വരെ സ്വാധീന ശക്തി നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരിക്കും. അതിലും താഴേക്ക് തൊറാസിക് അഥവാ ലംബാർ ലെവലുകളിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ പേഷ്യൻ്റ് പാരാപ്ലീജിക് ആയിരിക്കും. അതായത് കൈകൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും, സാധാരണ ഒരു വ്യക്തിയെ പോലെ തന്നെയുള്ള ഫുൾ പവർ കൈകൾക്കുണ്ടാവും. പക്ഷേ കാലുകൾക്കായിരിക്കും ആ ഒരു ബലക്കുറവ് ബാധിക്കപ്പെടുക. ഏത് ലെവലിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായാലും ബവൽ ബ്ലാഡർ അഥവാ മൂത്രാശയ സംബന്ധമായിട്ടുള്ള കൺട്രോളും
ബവലിൻ്റെ അതായത് മലവിസർജനം സംഭവിച്ചിട്ടുള്ള കൺട്രോളും എഫക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ പല ഏറ്റക്കുറച്ച് പല ഗ്രേഡുകളിൽ എഫക്റ്റഡ് ആയിരിക്കും. സ്പർശനം, അതായത് നമ്മുടെ ഞരമ്പുകളുടെ മെയിൻ ഡ്യൂട്ടിയാണ് സ്പർശം ബലം. ഈ 2 കാര്യങ്ങളായിരിക്കും ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ എഫക്റ്റഡ് ആവുക. കംപ്ലീറ്റ് ഇഞ്ചുറി ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും എഫക്റ്റഡ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ പല ഗ്രേഡുകളിൽ എഫക്റ്റഡ് ആയിരിക്കും. ഏത് ലെവലിലാണ് പേഷ്യൻറ്റിന് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പേഷ്യൻ്റ് പിന്നെ എങ്ങനെ ചലിക്കണം, ഏത് രീതിയിലുള്ള ആംബുലേഷൻ ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെ അയാളുടെ ബവൽ ട്രെയിനിങ് കൊടുക്കണം, ബ്ലാഡർ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതെല്ലാം നമ്മൾ തീരുമാനിക്കുക. അതിനും ഈ 4 യൂണിറ്റുകളും ചേർന്നുള്ള ഒരു കോർഡിനേഷൻ തന്നെ തീർച്ചയായിട്ടും. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് അയാളുടെ കായിക ശേഷി, അയാൾ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും, ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഏകദേശ ലെവൽ നമ്മൾ പറയുവാണെങ്കിൽ തൊറാസിക് T7 എന്നുള്ള ആ ഒരു ലെവലിന് താഴേക്ക് ഉള്ള ലെവൽ ഓഫ് ഇഞ്ചുറീസ് ആണെങ്കിൽ പേഷ്യൻ്റ് പാരാപ്ലീജിക് ആണല്ലോ. KFO നീ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി പേഷ്യൻറ്റിന് നിൽക്കാനായിട്ട് സാധിക്കും ആ ലെവലിൽ. പക്ഷേ ആ ഉപകരണം മാത്രം കൊടുത്താൽ ആ പേഷ്യൻറ്റിന് ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. ട്രങ്ക് ബാലൻസ് ട്രെയിനിങ്, അതുപോലെ തന്നെ കൈകൾക്ക് മുൻപുണ്ടായതിലും പൂർണ്ണമായിട്ടുള്ള ശക്തി, ഒത്തിരി അപ്പർ ലിം സ്ട്രെങ്തനിങ് എക്സർസൈസുകൾ ഒക്കെ ആ ഫേസിലൂടെ പേഷ്യൻ്റ് കടന്നു പോയാലാണ് ഈ ഉപകരണം ഇട്ട് പേഷ്യൻറ്റിന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബാലൻസ് ട്രെയിനിങ് ഫേസിലൂടെ ആ പേഷ്യൻറ്റിനെ കടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ആ സമയത്തെല്ലാം പേഷ്യൻ്റ് ഒത്തിരി ഡിപ്രസ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഇവൻറ്റ് സംഭവിച്ചതല്ലേ. അപ്പോൾ മനസ്സിന് ശക്തി കൊടുക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ആ സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ ഒരു പ്രധാന പങ്ക് വരുന്നതാണ് ADL ട്രെയിനിങ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്. അതായത് അയാളുടെ ബ്രഷിങ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ബ്രഷിങ്, ബാത്തിങ്, ടോയ്ലറ്റിംഗ്, ഗ്രൂമിങ്, അങ്ങനെയുള്ള അയാളുടെ ഡ്രസ്സിങ്. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന അത്രയും ഫ്രീ ആയി ഈ ADL അയാൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം കൂടെ ഒരു കൗൺസിലിംഗ് ഒക്കെയും ആ ഒരു റീഹാബിലിറ്റേഷൻ ഫേസിൽ അയാൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, വളരെ നല്ല ഒരു ടോപ്പിക്കാണിത്. കാരണം ഈ ഫിസിയാട്രി എന്നൊന്നും പറഞ്ഞാൽ പലർക്കും ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ വളരെ സാധാരണമായി കാണുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മൾ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മറ്റൊരവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.